ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നയാഗ്ര ഫാൾസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയത്. അതിന്റെ ചെറിയൊരു ചരിത്രത്തിലേക്ക് പോയി. അവിടെ എങ്ങനെയാണ് ജലം എത്തിച്ചേരുന്നതെന്ന് കണ്ടു. ഗ്ലേഷ്യേഴ്സിൽ നിന്ന് വെള്ളം ഉരുകിയിറങ്ങി കാനഡയിലെ 5 തടാകങ്ങളിലൂടെ, അതായത് ഗ്രേറ്റ് ലേക്സിലൂടെ വെള്ളം വന്ന് അവസാനം ലേക്ക് ഇറിയിലെത്തി. ലേക്ക് ഇറിയിൽ നിന്ന് നയാഗ്ര നദിയായിട്ടൊഴുകി ലേക്ക് ഒണ്ടാരിയോയിലേക്ക് പോകുന്ന വഴിയിൽ 52 മീറ്റർ താഴേക്ക് പതിക്കുന്ന വെള്ളമാണ് നമ്മൾ നയാഗ്ര ഫാൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല. അത് അമേരിക്കൻ ഐക്യനാടുകളുടെയും, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും കാനഡയുടെയും അന്താരാഷ്ട്ര അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ 2 ഭാഗത്തു നിന്നും കാണാം. നിങ്ങൾക്ക് കാനഡയുടെ ഭാഗത്തു നിന്നും കാണാം, അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത്, ന്യൂയോർക്കിന്റെ വടക്ക് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും കാണാൻ കഴിയും. ഏറ്റവും ഭംഗിയായിട്ട് ഇതിനെ മൊത്തമായിട്ട് കാണാൻ കഴിയുന്നത് കാനഡ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അതിലുള്ള 3 വെള്ളച്ചാട്ടങ്ങളെ പറ്റിയും ആ വെള്ളച്ചാട്ടങ്ങളുടെ മറ്റ് വിശേഷങ്ങളെ പറ്റിയൊക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരത് കാണുക. ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പൊ ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എൻകറേജ്മെന്റ് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിലും ലൈക്ക് എന്ന രീതിയിലും അത് മുഴുവനായിട്ട് കാണുന്നതിലും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നയാഗ്ര ഫാൾസ് കാണാൻ പോകുമ്പോൾ, അവിടെ ഫാൾസ് കാണുക മാത്രമല്ല, ആർത്തലച്ച് നിലംപതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്കുള്ള ബോട്ട് യാത്ര ഉൾപ്പെടെ പല ആക്ടിവിറ്റികളും ഈ വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്കുള്ള ബോട്ട് യാത്ര. ഈ വീഡിയോയിൽ നമ്മൾ ആ ബോട്ട് യാത്രയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ബോട്ട് യാത്ര 2 ഭാഗത്തു നിന്നും ചെയ്യാം. എന്ന് വെച്ചാൽ നയാഗ്ര ഫാൾസ് അമേരിക്കയുടെയും കാനഡയുടെയും ഇടയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ചെയ്യാം, കാനഡയിൽ നിന്ന് ചെയ്യാം. കാനഡയിൽ നിന്ന് ഈ ബോട്ട് യാത്രയെ വിളിക്കുന്നത് വോയേജ് ടു ദ ഫാൾസ് എന്നാണ്. അതിന്റെ ടിക്കറ്റ് നിരക്കുകളാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 13 വയസ്സിന് മുകളിലുള്ളവർക്ക് $32.75 ആണ്. ഇതെല്ലാം കനേഡിയൻ ഡോളറിലാണ് പറയുന്നത്. 3 വയസ്സ് മുതൽ 12 വരെയുള്ള ഒരു കുട്ടിക്ക് $22.75 ആണ്. കുട്ടി 2 വയസ്സിനോ അതിന് താഴെയാണെങ്കിൽ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം. ഇതാണ് കാനഡ ഭാഗത്ത് നിന്നുള്ള വോയേജ് ടു ദ ഫാൾസ് എന്ന ബോട്ട് ടൂറിനുള്ള നിരക്കുകൾ. എന്നാൽ അതേസമയം അമേരിക്കൻ ഭാഗത്ത് നിന്നുള്ള ഈ ബോട്ട് ടൂറിനെ വിളിക്കുന്നത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ്. 2 ടൂറുകളും സെയിം ആണ്. 2 രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ നയാഗ്ര നദിയുടെ 2 വശങ്ങളിൽ നിന്ന് അവർ പോകുന്നത് സെയിം സ്ഥലത്തേക്കാണ്. സെയിം ടൂർ തന്നെയാണ്. അതിനെ വിളിക്കുന്നത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ്. അതിന്റെ നിരക്കുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് $US $28.25 ആണ് ഒരു അഡൽട്ട് ടിക്കറ്റിന്റെ പ്രൈസ്. ഇവിടെയും അഡൽട്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് 13 മുകളിലുള്ളവർക്കാണ്. ചൈൽഡ് ടിക്കറ്റ് 6 വയസ്സ് മുതൽ 12 വയസ്സുള്ളവർക്ക് $16.50 കൊടുത്താൽ മതിയാകും. ഇവിടെ 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കണ്ണിഞ്ചിപ്പിക്കുന്ന, അത്യാകർഷകമായ, ആരെയും വിസ്മയിപ്പിക്കുന്ന, മണിക്കൂറുകളോളം നമുക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബ്രെത്ത് ടേക്കിംഗ്, ഇൻസ്പയറിംഗ്, ജോ ഡ്രോപ്പിംഗ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബോട്ട് യാത്രയെ കുറിച്ചാണ്. ഞാൻ പോയത് കാനഡ ഭാഗത്താണ്. അമേരിക്കൻ സൈഡിലോട്ട് പോയെങ്കിലും ബോട്ട് യാത്ര നടത്തിയത് കാനഡ ഭാഗത്ത് നിന്നാണ്. ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഞാൻ നയാഗ്രയിൽ പോകുമ്പോൾ
അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് യാത്രയായിരുന്നു നടത്തിയിരുന്നത്. ഇത്തവണ കാനഡ ഭാഗത്തായതുകൊണ്ട് ഞങ്ങൾ പോയത് ദ വോയേജ് ടു ദ ഫാൾസ് എന്ന ബോട്ട് യാത്രയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നയാഗ്ര ഫാൾസ് എന്ന് പറഞ്ഞാൽ 3 വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ്. അതിൽ ഏറ്റവും വലുതാണ് കനേഡിയൻ ഫാൾസ് എന്നുകൂടി അറിയപ്പെടുന്ന ഹോഴ്സ് ഷൂ ഫാൾസ്. അമേരിക്കൻ ഫാൾസും ബ്രൈഡൽ വെയിൽ ഫാൾസുമാണ് മറ്റു 2 വെള്ളച്ചാട്ടങ്ങൾ. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ ആ വീഡിയോ കാണുക. അമേരിക്കൻ ഫാൾസിന്റെ അടുത്തുകൂടെ വന്ന് ഹോഴ്സ് ഷൂ ഫാൾസിന്റെ നടുവിലേക്കാണ് നമ്മൾ ഒരു ബോട്ടിൽ പോകുന്നത്. ഈയിടെ സുഹൃത്തുക്കൾ എന്നെ കാണുമ്പോൾ എന്റെ കനേഡിയൻ യാത്രയിലെ ഏറ്റവും നല്ല കാഴ്ച ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഫേസ്ബുക്കിലിടുന്ന ഫോട്ടോകളൊക്കെ കാണുമ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ ചോദിക്കുന്നതാണ്. എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഭംഗിയുമുണ്ട്. പക്ഷേ ഏറ്റവും മാസ്മരിക നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഹോഴ്സ് ഷൂ ഫാൾസിന്റെ മുമ്പിൽ ചെന്ന് നിന്ന നിമിഷങ്ങൾ. 2 വഴികളിലൂടെയാണ് ഞങ്ങൾ ഈ ഫാൾസിന്റെ നടുവിലെത്തി അതിന്റെ അലറുന്ന ശബ്ദത്തിന് താഴെ അതിൽ നിന്ന് പറന്നു വരുന്ന വെള്ളത്തുള്ളികളിൽ കുളിച്ചു നിന്നത്. ആ നിമിഷങ്ങളാണ് എന്റെ ഇക്കഴിഞ്ഞ കനേഡിയൻ യാത്രയിലെ ഏറ്റവും കുളിർപ്പിക്കുന്ന, ഏറ്റവും ഓർമ്മകളുള്ള മാസ്മരികമായ നിമിഷങ്ങൾ. 2 രീതിയിൽ ഞങ്ങൾ ഈ ഹോഴ്സ് ഷൂ ഫാൾസിന്റെ താഴെ അതിന്റെ നടുവിൽ ചെന്ന് നിന്നു എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്കുള്ള ബോട്ട് യാത്രയാണ്. അതുകൊണ്ട് ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾ നേരെ കൗണ്ടറിലേക്ക് പോയി. നയാഗ്ര ഭാഗത്താണെങ്കിൽ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നയാഗ്ര സിറ്റി ക്രൂസിന്റെ മെയിൻ ടിക്കറ്റ് പ്ലാസയിലാണ്. അവിടെ നയാഗ്ര പാർക്ക് വേയിൽ അതിനോട് തൊട്ടടുത്ത് തന്നെയാണ്, നയാഗ്ര ഫാൾസിന്റെ അതിനോട് തൊട്ട് തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. അവിടെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. സീസൺ സമയത്ത് എവറി 15 മിനിറ്റിലും ഇടവിട്ട് ബോട്ടുകളുണ്ട്. നോൺ സീസൺ ടൈമിലാണെങ്കിൽ ഇത് 30 മിനിറ്റ് ഇന്റർവെല്ലിലാണെന്ന് മാത്രം. സമയമായപ്പോൾ അതുപോലെ ഞങ്ങളും ബോട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി നടന്നു. അമേരിക്കയിലും മറ്റു വികസിത രാജ്യങ്ങളിലും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അട്രാക്ഷൻസുകളും എല്ലാവർക്കും ആക്സസിബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഈ സ്ത്രീ അവരുടെ അമ്മയെ ഒരു വീൽ ചെയറിൽ വെച്ച് ഉന്തിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. അവർക്ക് ഈ വീൽ ചെയറിൽ അവിടം വരെ പോകാനുള്ള വഴിയുണ്ട്. ഈ വീൽ ചെയർ അപ്പാടെ ബോട്ടിലേക്ക് കയറ്റി അവര് ഈ വീൽ ചെയറിൽ ഇരുന്നാണ് യാത്ര നടത്തിയത്. ഞങ്ങൾ ബോട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ വെച്ച് നദിക്കക്കരെ USA ഭാഗത്തുള്ള അമേരിക്കൻ ഫാൾസ് നേരെ മുമ്പിൽ തന്നെ കാണാമായിരുന്നു. നമുക്ക് നനയാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പോഞ്ചോ തന്നിട്ടുണ്ട്. പോഞ്ചോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഓവർകോട്ട്. അപ്പൊ ഞങ്ങളും അതൊക്കെ ധരിച്ച് പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ ബോട്ട് നിൽക്കുന്നിടത്ത് തന്നെ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ തുള്ളികൾ ധാരാളമായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ പതുക്കെ നനഞ്ഞു തുടങ്ങി. കാറ്റിന്റെ ഗതി അനുസരിച്ച് ചിലപ്പോൾ അത് കുറവും, ചിലപ്പോൾ അത് വലിയ ചാറ്റൽ മഴ പോലെ കൂടിക്കൊണ്ടുമൊക്കെയിരുന്നു. ഹോൺ ബ്ലോവർ എന്ന കമ്പനിയാണ് ഈ ബോട്ട് യാത്ര ഒരുക്കുന്നത്. അവരുടെ നയാഗ്ര സിറ്റി ക്രൂസ് എന്ന ബോട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തൊട്ടു മുമ്പിൽ നദിക്കക്കരെ അമേരിക്കയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന അമേരിക്കൻ ഫാൾസ് ആണ് ഈ കാണുന്നത്. അതിഭംഗിയോടെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അകലെയായി ഹോഴ്സ് ഷൂ ഫാൾസിനെ കാണാം. അവിടെ മറ്റൊരു ബോട്ട് ഹോഴ്സ് ഷൂ ഫാൾസിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നുണ്ട്. തല മുഴുവൻ പോഞ്ചോ കൊണ്ട് മൂടിയായിരുന്നു ഞങ്ങളുടെ നിൽപ്പും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നനയാൻ തന്നെ തീരുമാനിച്ചു. എങ്കിൽ മാത്രമേ നമുക്ക് അത് ശരിയായിട്ട് ആസ്വദിക്കാൻ കഴിയൂ എന്നെനിക്ക് തോന്നി. നയാഗ്ര ഫാൾസിൽ നിന്നും പറന്നു വരുന്ന തണുത്ത ശുദ്ധജലം നിറഞ്ഞ ഈ കാറ്റ്, ആ കാറ്റിലുള്ള വെള്ളം, അതിന്റെ കുളിർമ, ആ അനുഭവമൊക്കെ ഒന്ന് പ്രത്യേകത തന്നെയാണ്. അപ്പൊ അത് ഞാൻ ശരിക്കും അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു. അതൊക്കെ ഞങ്ങൾ അങ്ങനെ യാത്ര പുറപ്പെട്ടു. നദിയിലെ ഓളത്തിൽ ആടി ഉലയുന്ന ബോട്ടിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിന്റെ പ്രതിഫലനം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്ന് ലെൻസിനെ മൂടുമ്പോൾ അത് പിന്നെ തുടച്ചിട്ട് വേണം വീണ്ടും വീഡിയോ എടുക്കാൻ. നിങ്ങളിപ്പോൾ നേരിട്ട് പോയാലും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുക. ഇടയ്ക്ക് വെള്ളം വീണ് നമ്മുടെ മുഖം മുഴുവൻ നനയും. അപ്പൊ മുഖമൊക്കെ നമ്മൾ തുടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിന്റെ ലെൻസും അതിന്റെ മറ്റു ഭാഗങ്ങളും ഒക്കെ വെള്ളത്തിൽ നനഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള മുൻകരുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ആദ്യം ബോട്ട് അമേരിക്കൻ ഫാൾസിന്റെ അടുത്തുകൂടിയാണ് നീങ്ങുക.
ഇടയ്ക്ക് ബോട്ടിനെ അവിടെ ചെന്നിട്ട് അവരൊന്ന് വട്ടം കറക്കി. അപ്പോൾ ഈ ബോട്ടിന്റെ 4 ഭാഗത്തും അതിന് ചുറ്റുമാണ് ആൾക്കാർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർക്ക് എല്ലാ ഭാഗങ്ങളും കാണാവുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ ബോട്ടിനെ വട്ടം കറക്കുന്നത്. ഇതാണ് അമേരിക്കയെയും കാനഡയെയും കണക്ട് ചെയ്യുന്ന റെയിൻബോ ബ്രിഡ്ജ്. നയാഗ്ര നദിയുടെ കുറുകെയാണ് ഈ റെയിൻബോ ബ്രിഡ്ജ്. അതിനു മുകളിൽ അമേരിക്കൻ അതിർത്തി കടക്കാനായി പോകുന്ന ഒരു ബസ് കാണാം, കുറച്ച് വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബോട്ട് അമേരിക്കൻ ഫാൾസിന്റെ അടുത്തെത്തി. അങ്ങോട്ടേക്ക് അധികം അടുക്കാൻ കഴിയില്ല, കാരണം ഈ അമേരിക്കൻ ഫാൾസിന്റെ അവിടെയുള്ള പാറക്കെട്ടുകളിൽ നിന്നും വലിയ വലിയ കല്ലുകൾ താഴെ വീണ് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ബോട്ടിന് അധികം അടുക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, അമേരിക്കൻ ഭാഗത്ത് ഇതുപോലെയുള്ള ബോട്ട് യാത്രയെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആ യാത്രയ്ക്ക് പോകുവാൻ വരുന്നവരൊക്കെയാണ് ഈ കാണുന്നത്. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് ഈ അമേരിക്കൻ ഫാൾസിന്റെ അടുത്ത് എന്ന് അതിന്റെ പതനം, അതിന്റെ മുകളിൽ നിന്നുള്ള താഴേക്കിട്ട വീഴ്ച വളരെ അടുത്ത് എന്ന് കാണാം. അമേരിക്കൻ ഫാൾസ് ഈ വലിയ പാറക്കല്ലുകളുടെ മീതെയാണ് ആർത്തലച്ച് പതിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ പതിച്ചു കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വെളുത്ത നുരയായിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്നത് കാണാൻ നല്ല മനോഹരമാണ്. ഈ സമയത്ത് തന്നെ നമ്മളെ അമേരിക്കൻ ഫാൾസിൽ നിന്നുള്ള വെള്ളം വന്ന് നമ്മളെ മൂടിക്കൊണ്ടിരിക്കും. സുഖകരമായ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. ആർത്തലച്ചു വരുന്ന ഈ വെള്ളത്തിന്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് ഒരു ബോട്ടിലിരുന്ന് അതിന്റെ വെള്ളത്തിൽ മുങ്ങി അത് ആസ്വദിക്കുക എന്നത് മറക്കാനാവാത്തൊരു അനുഭവമാണ്. നയാഗ്ര ഫാൾസ് പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ്, എ നാച്ചുറൽ വണ്ടർ. അതിന്റെ ഭംഗി കൺകുളിർക്കെ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ബോട്ട് അവിടം വിട്ടു. ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഹോഴ്സ്ഷൂ ഫാൾസിലേക്ക് പതുക്കെ അത് നീങ്ങി. ബോട്ട് പതുക്കെ പതുക്കെ നീങ്ങുന്നതനുസരിച്ച് നമ്മുടെ മേൽ പതിക്കുന്ന വെള്ളത്തുള്ളികളുടെ അളവ് കൂടി വരും. ധാരാളം പക്ഷികളും ഇവിടെ വെള്ളത്തിൽ ഭക്ഷണം തേടി നടക്കുന്നുണ്ട്. അവര് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു. ബോട്ട് പതുക്കെ വെള്ളച്ചാട്ടത്തോട് അടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ബോട്ട് വെള്ളച്ചാട്ടത്തിനോട് വളരെ അധികം അടുത്തു കഴിഞ്ഞു. വെള്ളം അതിശക്തമായി എല്ലാവരുടെയും മേൽ വീണുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ശക്തി കൊണ്ട് പോഞ്ചോ തന്നെ തലയിലൊന്നും നിൽക്കുന്നില്ല. ശരിക്കും നനയാൻ തുടങ്ങി എല്ലാവരും. പലരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ജീവിതത്തിൽ വല്ലപ്പോഴും, ചിലപ്പോൾ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അസുലഭ അവസരമാണത്. അതുകൊണ്ട് കിട്ടിയ അവസരം ആരും വെറുതെ കളയുന്നില്ല. അവരതെല്ലാം മെമ്മറിയാക്കി മാറ്റുവാനുള്ള തിരക്കിലാണ്. മഴ നനയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മൾ ഈ നയാഗ്ര ഫാൾസിന്റെ അല്ലെങ്കിൽ ഏതൊരു വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ വെള്ളം നമ്മുടെ മേലേക്ക് വീഴുന്നത്. ഗ്ലേഷ്യറുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗ്രേറ്റ് ലേക്സിലൂടെ സഞ്ചരിച്ച് എത്തുന്ന ശുദ്ധമായ ജലം ലേക്ക് ഇറിയിൽ നിന്ന് ലേക്ക് ഒൻഡാരിയിലേക്ക് ഒഴുകിപ്പോകുന്ന നയാഗ്ര നദിയിൽ ഇടയ്ക്ക് വെച്ച് 52 മീറ്റർ താഴേക്ക് അലറിപ്പായുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ അതിന്റെ വെള്ളത്തുള്ളികളൊക്കെ ഏറ്റുവാങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു വിവരിക്കാനാവാത്ത അനുഭവമാണ്. നമുക്കൊരു ചിരിയും ഒരു നിർവൃതിയും കുളിരും ഒക്കെ തോന്നുന്ന കുറെ നിമിഷങ്ങൾ. ബോട്ട് ഇങ്ങനെ കുറെ കൂടി അടുത്ത് ചെല്ലുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ബോട്ട് ഒരിക്കലും വെള്ളച്ചാട്ടം നമ്മുടെ മേലേക്ക് പതിക്കുന്ന രീതിയിലോട്ട് ബോട്ട് പോവുകയില്ല. അത് വളരെ അപകടമാണ്. വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ നിന്ന് കുറച്ചു നേരം ബോട്ട് ഇങ്ങനെ നിന്ന് എല്ലാവരെയും കുളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സുഖകരമായ ആ കുളിർമയൊക്കെ ആസ്വദിപ്പിച്ചുകൊണ്ട് ബോട്ട് അവിടെ നിന്നു.
പിന്നീട് പതുക്കെ അതൊന്ന് വട്ടം കറങ്ങി, വളരെ ചെറിയ രീതിയിൽ കറങ്ങി. ബോട്ടിൽ പല ഭാഗത്ത് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന സന്ദർശകർക്ക് ഈ വെള്ളച്ചാട്ടത്തെ തൊട്ടു മുന്നിൽ തന്നെ കാണുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ ബോട്ടിനെ ഇങ്ങനെ വട്ടം കറക്കുന്നത്. അങ്ങനെ ഒന്ന് കറങ്ങിയ ശേഷം ബോട്ട് പതുക്കെ തിരിച്ചു പോകാൻ തുടങ്ങി. എനിക്ക് സത്യത്തിൽ നിരാശ തോന്നിയ സമയമായിരുന്നു അത്. അല്പനേരം കൂടെ അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് സത്യമായിട്ടും ആശിച്ചുപോയി. അത്ര മനോഹരമായ, അത്ര അനുഭവവേദ്യമായ ഒരു കാര്യമായിരുന്നു അത്. ഇത്രയും ലോകപ്രശസ്തമായ നാച്ചുറലെ ഒരു വണ്ടറായ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് പോരാൻ തോന്നാത്ത ഒരവസ്ഥ. അവിടെ നിന്ന് പതുക്കെ ബോട്ട് തിരിച്ച് അത് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റൊരു ബോട്ട് നിറയെ ആളുകളുമായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീണ്ടും അമേരിക്കൻ ഫാൾസിന്റെ അടുത്തെത്തി. അമേരിക്കൻ സൈഡിൽ നിന്ന് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണിത്. ഇതാ റെയിൻബോ ബ്രിഡ്ജിന്റെ ഭാഗത്താണ് പണിതിരിക്കുന്നത്. അവിടെയും ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ ബോട്ട് വീണ്ടും കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് റെയിൻബോ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് അവിടെ നിന്നും കൂടി വട്ടം കറങ്ങി തിരിച്ച് ഞങ്ങളെ എവിടെ നിന്നാണോ കയറിയത് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളെ ഇറക്കി അടുത്ത ഒരു കൂട്ടം സന്ദർശകരെയും കൊണ്ട് വീണ്ടും ഈ യാത്ര നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ തീരത്തോട്ട് അടുപ്പിച്ചു. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. ഒരിക്കലും മറക്കാനാകാത്ത കുറെ അനുഭവങ്ങളും മനസ്സിലേറ്റി എല്ലാവരും നയാഗ്ര ഫാൾസ് നോക്കി അതിന്റെ ഭംഗി ബോട്ടിൽ നിന്ന് ഒന്നുകൂടി ആസ്വദിച്ച് പതുക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. യാത്ര കഴിഞ്ഞ് ഈ പോഞ്ചോകൾ നമുക്ക് ഇവിടെ തന്നെ ഒരു റീസൈക്കിൾ ബിന്നിൽ നിക്ഷേപിക്കാം. ചുരുക്കം ചിലർ മാത്രം ഇത് ഓർമ്മയായിട്ട് കൂടെ കൊണ്ടുപോകും. ചിലരിത് കയ്യിൽ വെക്കുന്നത് ഈ സന്ദർശനത്തിനിടയിൽ മഴ വന്നാൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ നയാഗര ഭാഗത്ത് പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ബോട്ട് ഇറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ബോട്ട് കയറി അവിടെ ചെല്ലുന്ന ആ സ്ഥലത്ത് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില മ്യൂസിക്കുകളെല്ലാം ആസ്വദിച്ച് അവിടെ നിന്ന് തന്നെ നയാഗ്ര ഫാൾസിലേക്ക് ഒന്നുകൂടി വീക്ഷിച്ച് കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ കുറെ നേരം കൂടി അവിടെ ചെലവഴിച്ചിട്ടാണ് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഏതായാലും നയാഗ്ര ഫാൾസിലേക്കുള്ള ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുമൊക്കെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുവാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകളൊക്കെ ഇടുന്നതിനുള്ള ഒരു എൻകറേജ്മെന്റ് ആയിട്ട് അത് കണക്കാക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ and stay safe. Thank you.